ഈ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ തേങ്ങ വറുത്തരച്ച് വെക്കാതെ നമുക്കെന്ത് സാമ്പാർ അല്ലേ? അപ്പോൾ ഈ സാമ്പാറിനുള്ള തേങ്ങ വറക്കുക എന്നുള്ളത് വളരെ ക്ഷമയോടുകൂടി ചെയ്യേണ്ട ഒരു പണിയാണ്. അപ്പോൾ ആദ്യം ഉരുളിയിലേക്ക് തേങ്ങ ഇട്ട് അതിലെ നീരൊക്കെ ഒന്ന് വറ്റി വരുന്നത് വരെ ചെറിയ തീയിൽ അങ്ങനെ ഇളക്കിയെടുക്കാൽ. അതിനുശേഷം നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് കായം മൂപ്പിച്ച് അതിലെ ചെറിയുള്ളി, വെളുത്തുള്ളി, കറിവേപ്പില, വറ്റൽമുളക്, ഉലുവ, ചെറിയ ജീരകം ഇതൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ചെറിയ തീയിൽ തന്നെ അങ്ങനെ അത് വറുത്തെടുക്കാലേ. ഇതാ പറയുന്നത്, നല്ല ക്ഷമ വേണം. ഈ തേങ്ങ മൂപ്പിച്ചെടുക്കുന്നതിനനുസരിച്ചാണ് നമ്മുടെ സാമ്പാറിൻ്റെ രുചി കെടുക്കുന്നത്. അപ്പോൾ തീയൊന്നും കൂട്ടി വെക്കാതെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് മൂപ്പിച്ചെടുക്കാൻ. അപ്പോൾ ഇതാ കളറ് മാറി വരുമ്പോൾ നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത് സാമ്പാർ പൊടിയാണ്. സാമ്പാർ പൊടി ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഫ്ലെയിമൊക്കെ അങ്ങോട്ട് ഓഫ് ചെയ്യാം. പിന്നെ ആ ചൂടിന്ന് ഒന്ന് മൂത്ത് വരും. കുറച്ച് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിൽ ആ എണ്ണയോട് കൂടി തന്നെ അരച്ചെടുക്കാമല്ലേ. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, നന്നായിട്ട് അരഞ്ഞു വരും. അപ്പോൾ ഇത് ഒരു സ്പൂണ് കൊണ്ട് ഒരു ഡിഷിലേക്ക് മാറ്റി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാൽ ആവശ്യാനുസരണം സാമ്പാർ ഉണ്ടാക്കുമ്പോൾ എടുക്കാമല്ലേ. അത്ര പെട്ടെന്നൊന്നും കേടുവരില്ല. ശ്രദ്ധയോടുകൂടി വെള്ളമൊന്നും തൊടാതെ എടുക്കുകയാണെങ്കിൽ കുറേ കാലം സൂക്ഷിച്ച് വെക്കാം. താങ്ക് യു.